ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 2024 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തെ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യമാണ് മാലിദ്വീപ്. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ആൻസർ VP മേനോനാണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. 1952 ഒറീസയെ ഗവർണറായി ചുമതലയേറ്റ് സർദാർ പട്ടേലിനും നെഹ്റുവിനൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ എന്ന് പറയുന്നത് 2ഉം 4ഉമാണ്. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. ആൻസർ 1 മാത്രമാണ് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയത്തിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നവയാണ് ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ? മേരി ആൻറ്റോയിനറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ? മേരി ആൻറ്റോയിനറ്റ്. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. പെൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. പെൻസുല ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെ കടന്നു പോകുന്നു? ഗ്രീനിച്ച്. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെ കടന്നു പോകുന്നു? ഗ്രീനിച്ച്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനമാണ് ഒഡീഷ. ഉത്തരായന രേഖ കടന്നു പോകാത്തത് ഒഡീഷയിൽ. എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായി ബാധിക്കുന്നത്? തെക്കേ അമേരിക്കയാണ്. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരാണ് ലൂവ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശ്ശൂരാണ്. 1991 ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതിയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഗ്രാമീണ അസമത്വമാണ്. അപ്പോൾ ശരിയായവ ഉൽപ്പാദനത്തിനും ഉൽപ്പാദനക്ഷമതയിലുമുള്ള വർധനവ്, വരുമാന വർധനവ്, തൊഴിൽ വർധനവ്. സാമ്പത്തിക പരിഷ്കരണാനന്തരം കാലഘട്ടത്തിന് പുറംകരാർ നൽകാൻ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ, അതായത് ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകളാണ് 1ഉം 2ഉമാണ്. വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്കും. വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക്. ഇന്ത്യ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവന ശരിയല്ലാത്തത് B ആണ് ശരിയല്ലാത്തത്. അപ്പോൾ ശരിയായിട്ടുള്ളത് സാമ്പത്തിക വികസനത്തിൻ്റെ അടിത്തറ, വ്യവസായവൽക്കരണത്തിൻ്റെ അടിത്തറ, പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂലകാരണം. ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യമായ വിദ്യാഭ്യാസം നൽകുകയാണ് സ്വയം പദ്ധതിയുടെ സവിശേഷത. നീതി ആയോഗിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തവ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു എന്നതാണ് നീതി ആയോഗിൻ്റെ ചുമതലയിൽ പെടാത്തത്. അപ്പോൾ നീതി ആയോഗിൻ്റെ ചുമതലയിൽ പെടുന്നവയാണ്. ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാങ്കേതിക സഹായം നൽകുന്നു. വിദഗ്ധോപദേശ സമിതിയായി പ്രവർത്തിക്കുന്നു. പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മൂല്യധാരയിൽ എത്തിക്കുക എന്നതാണ് മുദ്ര പദ്ധതിയുടെ ലക്ഷ്യം. താഴെ പറയുന്ന ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെയാണ്? ഓൾ ഓഫ് ദ എബോയാണ്. അപ്പോൾ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസഹായം നൽകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും, വ്യവസായശാലയിലെ തൊഴിലാളികൾ, ഭിന്നശേഷിക്കാർ. മൗലിക കർത്തവ്യങ്ങളും ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ 1ഉം 2ഉമാണ്. മൗലിക കർത്തവ്യങ്ങൾ വകുപ്പ് 51A പ്രതിപാദിക്കുന്നു. ഭാഗം 3A ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അപ്പോൾ ഭാഗം 3A ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. വകുപ്പ് 51A ഇവ പ്രതിപാദിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിലെ ചെയർമാൻമാരായിരുന്നു.
അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിലെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളിൽ ശരിയായത് 2, 3 ആണ്. മൗലിക അവകാശങ്ങളും നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയുമാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷ സമ്പ്രദായവും നിയമനിർമ്മാണ പ്രക്രിയയുമാണ്. ഭരണഘടനയിലെ 19-ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 1, 3 ആണ്. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ 19-ാം വകുപ്പ് പ്രകാരം ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? സഞ്ചാര സ്വാതന്ത്ര്യവും സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ 1, 2 ആണ്. കമ്മീഷന് 5 അംഗങ്ങളാണുള്ളത്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ 1, 3 ആണ് ശരിയായ പ്രസ്താവന. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയാണ്. ബ്രിട്ടനും ഇന്ത്യയും കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണമാണ്. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ ഓൾ ഓഫ് ദ എബോ, അത് കറക്റ്റാണ്. ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ 1, 2 ആണ്. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. അപ്പോൾ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് രാജ്യസഭ അധ്യക്ഷനാണ്. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഭരണഘടനയിലെ 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ 1, 3 ആണ്. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ ഓൾ ഓഫ് ദ എബോ ആണ്. സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത്. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് ഏതെന്ന് വെച്ചാൽ 1, 2 ആണ്. മുഖ്യമന്ത്രി നിയമിക്കുന്ന സംസ്ഥാന ഗവർണറാണ്. മന്ത്രിസഭയെ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. അപ്പോൾ മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. ചുവടെ ചേർക്കുന്ന പ്രസ്താവന ശരിയായത് 1, 3 ആണ്. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. കേന്ദ്ര മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. സംസ്ഥാന ഭരണനിർവഹണത്തിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഗവർണറാണ്. താഴെ പറയുന്ന മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്തത് ശരീര താപനില നിയന്ത്രിക്കുന്നതാണ് മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്തത്. അപ്പോൾ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുക, പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുക, ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. താഴെ പറയുന്നവയിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ്. ഭൂമിയുടെ ശ്വാസകോശം മഴക്കാടുകളാണ്. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കാണുന്നത്? അപൂരിത കൊഴുപ്പാണ്. ജനിതക എഡിറ്റിംഗ് സാങ്കേതികമായ ക്രിസ്പർ ഏത് മേഖലയിലെ വലിയ പ്രതീക്ഷ നൽകുന്നത്? ക്യാൻസർ ചികിത്സ. മനുഷ്യരുടെ ഏറ്റവും വലിയ ധമനിയാണ് അയോർട്ട. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകുകളാണ്? ഈഡിസ് ഈജിപ്തി. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ്. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവന ശരിയായവ 1, 3 ആണ്. ധ്രുവപ്രദേശങ്ങൾ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂകേന്ദ്രങ്ങൾ ജിയുടെ വില 0 ആയിരിക്കും. h ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം h/2 സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും തമ്മിലുള്ള അനുപാതം 1:1 ആണ്. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ വേഗത്തെ അടിസ്ഥാനത്തെ ആരോഹണ ക്രമത്തിൽ എഴുതുക. ആദ്യം വായു, അത് കഴിഞ്ഞ് ശുദ്ധജലം, അവസാനം സമുദ്രജലം.